അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി. ഒരാളെ കാരണം എന്താ പറയുക, നമ്മളെ മക്കളെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം സങ്കടം കൊണ്ട് പറയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഇന്നൊരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയാനുള്ള കാരണം ഇതുണ്ട്. ഈ കവറുണ്ട് കണ്ടല്ലോ നിങ്ങൾ. ഇതൊരു 17 വയസ്സായ ഒരു പെൺകുട്ടീൻ്റെ ഞാൻ ഇന്ന് കുഴിച്ച കവറാണ്. എന്താ ചെയ്യുക, എന്തൊരു മനസ്സിന് ടെൻഷൻ തോന്നിയിട്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്തതാണ്. ഞാൻ പറയാം, നമ്മളെ മക്കൾ എങ്ങോട്ടാ പോകണമെന്നോ എന്താ ചെയ്യണമെന്നോ നമുക്ക് ആർക്കും അറിയില്ല. ഒരു പ്രത്യേക ഇപ്പോഴത്തെ തലമുറ പറഞ്ഞാൽ എന്താ പറയുക, ഒന്നും പറയാനും പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ മാതാപിതാക്കളോട് നല്ലോണം ശ്രദ്ധിച്ചോളി. ഈ കാര്യം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരത്തിൽ കൊള്ളും. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ അത് എനിക്കുണ്ട് 8 വയസ്സായ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയാണ്, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം നല്ലോണം നിങ്ങൾ വീട്ടിൽ ഞാൻ ഈ പറയണമാതിരി ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളെ മക്കളൊക്കെ ഒരു ഇതൊക്കെ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിലൊക്കെ പഠിക്കാനുള്ള ചാൻസ് കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ അനുഭവമല്ല. എൻ്റെ കൂടെ നിന്ന ആളുകൾ, അതായത് എൻ്റെ കൂടപ്പറപ്പ് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓന് പറഞ്ഞൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയണേ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ വീട്ടിലൊക്കെ നമ്മളെ മക്കൾ ഒറ്റക്കൊക്കെ ഇരുന്ന് പഠിക്കും. ഡോറ് കുറ്റിട്ടിട്ട് അതേമാതിരി ഒറ്റക്കൊക്കെ ഇരുന്ന് ഈ 10ാം ക്ലാസ് ആയാലും 8ാം ക്ലാസ് ആയാലും 7ാം ക്ലാസ് ആയാലും അങ്ങനത്തെ കുട്ടികളൊക്കെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറ്റിട്ടിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊന്നും വീട്ടിലൊരു കാരണവശാലും എന്താക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സമ്മതിച്ച് കൊടുക്കരുത് മക്കൾക്ക്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നല്ലൊരു സ്വഭാവമല്ല. കാരണം എന്താ വെച്ചാൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡോറ് തുറന്നിട്ടിട്ട് നമ്മൾ ഓപ്പണായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, മക്കളെ നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ഒരു കാരണവശാലും കുറ്റിയിട്ടിട്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ പഠിക്കരുത് എന്നുള്ളത് പറയാൻ കാരണം, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പല മനസ്സിനും പല സംഗതികളും ചിന്താഗതികൾ കയറി വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ മക്കളോടൊക്കെ മാതാപിതാക്കൾ കൂടുതലും ഉമ്മമാരുണ്ടാവുക. നമ്മൾ ഒന്ന് പറയും, ഒന്നെങ്കിലും ദേഷ്യം പിടിച്ചിട്ടൊക്കെ നമ്മൾ മക്കളോട് ദേഷ്യം പിടിച്ച് പലതും പറയും. അപ്പോൾ ചില മക്കൾ എന്ത് ചെയ്യുക അറിയോ, ദേഷ്യം പിടിച്ചിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് കയറിപ്പോവും. കാരണം ഉമ്മ എന്താവും, അടുക്കളയിലെ പണി എടുക്കാവും. പക്ഷേ മേലെ എന്തായിട്ടുണ്ടാവും, ആ കുട്ടി എന്തെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പറയാനുള്ള കാരണം അനുഭവം ഉള്ളതുകൊണ്ട് പറയട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ആ മോൻ പറഞ്ഞു ഉമ്മനോട് ഞാൻ ടൂറ് പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു പോണ്ട, അത് ഇപ്പോൾ ശരിയാവില്ല, ഇപ്പോൾ സമയത്ത് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ പീടിയേക്ക് പോയതാണ്. തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയി വന്ന് നോക്കിയപ്പോണ്ട് ആ ഒരു ചെക്കനാണ്, ചെറുപ്പക്കാരൻ, ഒരു 9 10 പഠിക്കുന്ന ആ ചെക്കന് തൂങ്ങിയിട്ടുണ്ട്. എന്താപ്പോൾ ചെയ്യണ മക്കൾ? അപ്പോൾ മക്കളോടൊന്നും പറയാനും പറ്റൂല. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പറയാം, ഉമ്മമാരെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ദേഷ്യം പറഞ്ഞിട്ട് മക്കൾ ദേഷ്യം പിടിച്ചിട്ട് വാതിൽ കുറ്റിടുക, അങ്ങനെ സമ്മതിക്കരുത്. ഓരോട് പറയുന്നത് നല്ല സ്വഭാവമല്ല. അങ്ങനെ സ്വഭാവം ആ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മക്കളെ. പിന്നെ നേരെ ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറ്റിടുക, എന്നിട്ട് പിന്നെ എന്താ അവർ ചെയ്യണമെന്ന് പോലും നമ്മളറിയില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതാണ് കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഞാൻ ഇപ്പോൾ മറ്റോ ശ്രദ്ധിക്കേണ്ട എന്നല്ല, നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഉപ്പമാരൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ മോളോട് നമ്മൾ പറയാണ്, മോളെ ആ ഫോൺ ഇങ്ങോട്ട് എടുക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അധികം മക്കളും എടുത്തു തരാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ പറയാം അതൊന്ന് എടുക്കടി എന്ന് നമ്മൾ രണ്ടാമതും പറയും, ചിലപ്പോൾ മൂന്നാമതും പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മമാരാ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഉമ്മമാരെന്ത് ചെയ്യും, പിന്നെ എന്തെങ്കിലും ചെറിയ പണികൾ എടുക്കുന്ന സമയത്ത് നേരെ വന്നിട്ട് എന്ത് ചെയ്യും, ആ ഉപ്പ പറഞ്ഞ ഫോണാണെങ്കിൽ ഉമ്മമാരെന്ത് ചെയ്യും, ഉപ്പാർക്ക് എടുത്ത് കൊടുക്കും. എന്നിട്ട് ഉമ്മമാർക്ക് ഒരു വർത്താനുണ്ട്, ഒരു പറച്ചിലുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ, പറച്ചിലുണ്ട്. ആ ഓളിവിടെ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അത് നിങ്ങൾ കണ്ടില്ലേ, ഒരു പണി എടുക്കുകയാണ്, ഇതാക്കുകയാണ് എന്നുള്ളൊരു പറച്ചിൽ. ആ ഒരു പറച്ചിലാണ് നമ്മളെ പെൺകുട്ടികൾക്കുള്ളൊരു സപ്പോർട്ട്. ഒരു കാരണവശാലും എന്താക്കരുത്, അങ്ങനത്തെ ഒരു സംസാരം അവിടെ ഉണ്ടാവരുത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് പറഞ്ഞുകൊണ്ട് പറയാണ്, അനുഭവത്തിൻ്റെ വെളിച്ചം കൊണ്ട് പറയാണ്. ഒരു കാരണവശാലും ഉമ്മാരെന്ത് ചെയ്യരുത്, അങ്ങനെ പറയരുത്. പറയേണ്ട ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നോട് പറഞ്ഞില്ലേ, അത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വാപ്പാരെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താലേ മക്കൾ അനുസരണ പഠിക്കുള്ളൂ. കാരണം എനിക്ക് അതിനകത്തൊന്നും എന്നോട് ഈ കാര്യം പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്യലുമുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു നല്ലൊരു അനുസരണം ഉണ്ടാവാനുള്ള നല്ലൊരു കാരണം അനുഭവമാണ് ഓൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പമാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മക്കളോട് ബാപ്പാരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞില്ല എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓലെ കൊണ്ട് എന്ത് ചെയ്യുക, അത് എടുപ്പിച്ച് കൊടുക്കുക.
കച്ചറ ഉണ്ടാക്കിയിട്ടല്ല, നല്ല രീതിക്ക് ഇപ്പോൾ പറഞ്ഞ കേട്ടില്ല അനുസരണ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മക്കൾ ഓരോ കാര്യങ്ങൾ എടുത്തു വരുമ്പോൾ അനുസരണയിൽ വരും. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക, നല്ലോണം മനസ്സിലാക്കുക. ഇതൊരെന്ത് ചെയ്യാറോ, ഇത് അനുഭവം കൊണ്ട് കുറേ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടും കുറേ നമ്മൾ പറഞ്ഞുകൊണ്ടും പറയട്ടോ. ഇപ്പോൾ പഠിച്ച റബ്ബ് ഇപ്പോൾ ഞാൻ മരണപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ 4:30-ക്കാണ് മയ്യത്ത് നിസ്കാരം. അപ്പോൾ മാതാപിതാക്കൾക്ക് പഠിച്ച റബ്ബ് സ്വർഗം കൊടുക്കട്ടെ, ക്ഷമ കൊടുക്കട്ടെ. അതുപോലെ ആ കുട്ടീൻ്റെ കൂടെ നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ, പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. മക്കൾ ബുദ്ധിയില്ലാതെ ചെറിയ പോയിന്റുകൾ കൊണ്ട് ഇതൊക്കെ ചെയ്ത് കൂട്ടണമാണ്. ഇപ്പോഴത്തെ തലമുറ മക്കൾക്ക് എന്തിനാണോ ചെയ്യണതെന്നോ അല്ലെങ്കിൽ എന്തിനാ ആവശ്യത്തിനാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുക, ലളിതമായിട്ട് നല്ല സ്വഭാവത്തിലും നല്ലോണം പെരുമാറുക. ഞാൻ പറയട്ടെ, എല്ലാവരും ഇതുപോലെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മക്കൾ ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ നോക്കുന്ന സ്വയായ മക്കളായിട്ട് മാറും. എനിക്കുണ്ട് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള്. അപ്പോൾ ഞാനതൊക്കെ പറയലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ വിട്ട് വന്നാൽ, മദ്രസ വിട്ട് വന്നാലൊക്കെ നമ്മൾ ഉമ്മമാർ മക്കളോട് ചോദിക്കുന്നത് ഇങ്ങനെ എന്താ ഇന്നത്തെ വിഷയങ്ങൾ, എന്താ കാര്യങ്ങൾ, ഈ സ്കൂളിലെ അവസ്ഥ എന്താ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യും, വാപ്പാരം കാട്ടിയും കൂടുതൽ സ്വാതന്ത്ര്യം ഉമ്മമാർക്കുണ്ട്. ഉമ്മമാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഉമ്മമാരോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് നിരത്താൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക, ഒരു മെസ്സേജായിട്ട് കൂട്ടുക, ഒരു ഉപദേശമായിട്ട് നിങ്ങൾ കൂട്ടിക്കോളി. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞത് തെറ്റുകളില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുത്താലും എനിക്ക് തന്നെ ഒരു ഗുണം ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്കൊരു എന്ത് ചെയ്യുക, അതൊരു പഠിക്കുകയും ചെയ്യാം. അത്ര പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊരുത്തപ്പെടുത്തി തരിക. അസ്സലാമു അലൈക്കും.